ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ മലയാളത്തിൻ്റെ ബിഗ് ഡേ ആയിരുന്നു. രാവിലെ വർഷങ്ങൾക്ക് ശേഷം മൂവി കണ്ടു. നമ്മൾ FT hours 8 മണി ഷോസ് തൃശ്ശൂർ രാഗത്തുനിന്ന് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തിരുന്നു. ഒപ്പീനിയൻ സോസം മൂവി, ഇറ്റ്സ് ഫീൽ ഗുഡ്, വേറെ ലെവൽ. ഇറ്റ്സ് ഫാമിലി എൻ്റർടൈൻമെൻറ്റ് 100%. ഇത് പോയി കാണുക, ടിക്കറ്റ് എടുക്കുക, ഡീറ്റെയിൽ ആയിട്ട് നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണുക, അതിൽ സപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം ആ പടം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പടം സെക്കൻഡ് ഷോ ആണ് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ പടത്തിൻ്റെ ഹാങ് ഓവർ കൂടാണ്. അത്രയും ഫീൽ ഗുഡായിരുന്നു, സമയമെടുത്തു. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഷോ തൃശ്ശൂർ രാംദാസ് എന്നാണ് ആവേശം കാണുന്നത്, രോമാഞ്ചം വരുന്നത്, ആവേശം കാണുന്നത്. പടം കണ്ട് വളരെ ആവേശത്തോടെ തന്നെയാണ് ഇറങ്ങിയത്. ഒരു രക്ഷയില്ലാത്ത ആവേശമായിരുന്നു. ആ സമയത്ത് വീഡിയോ എടുക്കുന്നതൊക്കെ ഉണ്ട്, പക്ഷേ നൈറ്റ് ആയതുകൊണ്ട് പിന്നെ അതിന് മുതിർന്നില്ല. ആവേശം അങ്ങനെ കിട്ടുന്നത് വീട്ടിലൊക്കെ വന്ന് ഭക്ഷണം കഴിച്ച് കിട്ടുന്നത്. രാവിലെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. തൃശ്ശൂർ രാംദാസ് ഹൗസ്ഫുൾ ഷോസ്, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊരു 100% ഫഫ മൂവിയാണ്. 100% ഡയറക്റ്റഡ് മൂവി. ഡയറക്ടർ സ്കില്ല് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ക്രിയേറ്റിവിറ്റി മൂവിയാണ്. ചിത്തു മാധവ്, നമുക്കറിയാം, രോമാഞ്ചൊക്കെ ചെയ്തിട്ടുള്ള ചെറിയ കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ കളക്ട് ചെയ്ത പടമാണ്. എൻ്റർടൈൻമെൻറ്റ്. ഇതൊരു വേറെ ഡിഫറൻസ് സംഭവമായിട്ട് എടുത്തിട്ടുള്ളൊരു മൂവിയാണ്. സജിൻ ഗോപു, ഫഫ, സെയ്ഫ് അലി ഖാൻ, പിന്നെ 3 പിള്ളേരുടെ റോള്, കോളേജിലുള്ള 3 സ്റ്റുഡൻസ്. അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവരെ എതിർ ടീം, ഓപ്പോസിറ്റ് ടീം, അവരുടെ പെർഫോമൻസ് ഒക്കെ ഒരു വേറെ ലെവലായിരുന്നു. എല്ലാ കാസ്റ്റിംഗ് അടിപൊളി എന്ന് തന്നെ പറയാം. ചെറിയ ചെറിയ റോള് വരെ ചെയ്ത് ഒരുപാട് പേരുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. പക്ഷേ ഈ പടത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു കോളേജ് ലൈഫ് ഞാൻ ആലോചിക്കുകയാണ്. ഞാൻ +2 പഠിക്കുന്ന സമയത്താട്ടോ. സമയത്ത് വെച്ചാൽ നമ്മളവിടെ ഒരു സ്ഥലത്ത് പഠിക്കാൻ പോകുന്നു. അപ്പോൾ അവിടെ നമുക്ക് ലോക്കൽ സപ്പോർട്ട് വേണം. അവിടെ ഒരുപാട് പ്രശ്നങ്ങളുള്ള, പൊളിറ്റിക്കലേക്ക് ഭയങ്കര പ്രോബ്ലമുള്ള ഏരിയയാണ്. അപ്പോൾ നമുക്ക് അവിടെ ലോക്കൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കമ്പനി ആവുന്നു, കണക്ട് ആവുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഈ പടം കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഈ 3 സ്റ്റുഡൻസിൻ്റെ ഒരു കഥ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് അവിടെ കോളേജിൽ സീനിയേഴ്സിൻ്റെ റാങ്കിങ് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ലോക്കൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കഥ. അങ്ങനെയാണ് ഫഫയിലേക്ക് രംഗഞ്ചേണിലേക്ക് പടം എത്തുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് രസം പിടിച്ച ഭാഗങ്ങൾ, മാൻഡ്രസൊക്കെ ഉള്ള ഫോട്ടോസിൻ്റെ പെർഫോമൻസ്. എന്താ മോനെ ചായ് സംഭവമാണ്. അത് ബാംഗ്ലൂരാണ് ഫുൾ കഥ നടക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ആൾ ലാംഗ്വേജ് കൈകാര്യം ചെയ്യുമ്പോൾ മലയാളവും അടിപൊളി. പിന്നെ ആക്ഷൻസ് എല്ലാം അടിപൊളിയാണ്. ആളടിക്കുന്നത് നമ്മൾ കാണില്ല, പക്ഷെ ക്ലൈമാക്സ് കാണും. ക്ലൈമാക്സിന് മുമ്പായിട്ട് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. പിന്നെ അമ്മയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള KGF റിംഗ് ടോണും, അമ്മേനെ വിളിക്കുമ്പോഴുള്ള അമ്മ വിളിക്കുന്ന പറയുന്ന സീരിയലൊക്കെ ഉണ്ട്. അപ്പം അതിലേക്ക് പോകുന്നില്ല, സ്പോയിലർ കണ്ടന്റാണ്. രക്ഷയില്ലാത്ത തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മൂവി ആയിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇതൊരു യൂത്തിന് ആഘോഷിക്കാൻ പറ്റിയ പടമാണ്. ഈ വെക്കേഷൻ യൂത്തിനെ ആഘോഷിക്കാൻ പറ്റിയ ആ രീതിയിൽ യൂത്ത് ഇൻവോൾവ് ചെയ്തിട്ട് ഈ പടം എടുത്തിട്ടുള്ളത്. എല്ലാ മേഖലയിലും പ്രണയം ഇല്ല എന്ന് മാത്രം, ബാക്കി എല്ലാം ഉണ്ട്. ഒരു ആഘോഷമാണ് ശരിക്കും. അതിൽ ആ പോസ്റ്റ് കാണുന്നത് പോലെ ഇതൊരു ആവേശം തന്നെയാണ്. ആവേശത്തോട് കൂടി അടിച്ച് പൊളിച്ച് ലൈഫ് എൻജോയ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഒരു കഥയാണ്. അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ബാംഗ്ലൂർ എടുക്കുന്ന ഒരു കഥയാണ്. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ചിത്തുമാധവൻ്റെ 2ാമത്തെ പടമാണ്. ആദ്യത്തെ പടം നമുക്കറിയാം. അതുപോലെ തന്നെ ഇതും ക്ലീൻ എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. പിന്നെ പെർഫോമൻസുകൾ എല്ലാവരും നന്നായിട്ടുണ്ട്. എസ്പെഷ്യലി സുഷിശ്യാമിൻ്റെ പാട്ടുകൾ, BGM, ക്യാമറ ഒക്കെ നല്ല രീതിയിലുണ്ട്. ടെക്നിക്കലി ലൊക്കേഷൻസൊക്കെ വളരെ കുറവാണ്. 2-3 ലൊക്കേഷൻസേ ഉള്ളൂ. ഒരു ഗുണ്ടാ സെറ്റപ്പ് കാണിക്കുന്നതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പാട്ട് സീനൊക്കെ നമ്മൾ ആഘോഷിച്ചതാണ്. ശരിക്കും ട്രെൻഡാകാൻ പോകുന്ന പാട്ടുകളാണ്. മറ്റേ മഞ്ഞുമൽ ബോയ്സിന് ശേഷം അഗെയിൻ ഇയാളൊരു സംഭവമാണ്. ഇവിടെ മലയാളത്തിൻ്റെ അതിൻ്റെ അടിപൊളി പാട്ടുകളുണ്ട്. ശരിക്കും ആഘോഷിക്കാൻ പറ്റിയ പാട്ടുകളുണ്ട്. ഈ പാട്ടുകളൊക്കെ അടുത്ത് ഹിറ്റാവും നമുക്ക് കാണാം. മഞ്ഞുമൽ ബോയ്സിലെ പാട്ടൊക്കെ പോലെ ഹിറ്റാവുന്ന പാട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ്. ശരിക്കും എൻ്റർടൈൻ ചെയ്തു. അത്യാവശ്യം എല്ലാം ഉണ്ട് പടത്തിൽ. രോമാഞ്ചത്തിൻ്റെ ഒരു സംഭവം പോലെയല്ല, ഇത് വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. രോമാഞ്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കോമഡി ഉണ്ട്. ഇത് ആ രീതിയിലല്ല പോകുന്നത്. ഇതിൽ കുറേ വേറെ സംഭവങ്ങളാണ്. അപ്പോൾ അടിപൊളി തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് പോയി കാണുക, ആവേശത്തോടെ പോയി കാണുക, അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് കാണുക. എല്ലാ സിനിമകളും കാണുക, നല്ല സിനിമകൾ എൻജോയ് ചെയ്ത് കാണുക. നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്ക് ഇത് പുതിയ സമയം തന്നെയാണ്. ഇതിവിടെ ഉദിച്ചീരിയാണ്. ഇപ്പോൾ ശരിക്കും ആ രീതിയിലാണ്. നമ്മുടെ ഇൻഡസ്ട്രിക്ക് എന്താ പറ്റിയെന്ന് പലരും ചോദിക്കും. ഇപ്പോൾ എല്ലാ പടം കാണേണ്ട അവസ്ഥയുള്ളൂ. ഇപ്പോൾ ഈ മാസം തന്നെ ഈ വർഷം തുടങ്ങിയപ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു 4ാമത്തെ 100 കോടിയാവെന്ന് പറഞ്ഞിരുന്നു. 2-3 പടങ്ങൾ ഒരു വീഡിയോ ആക്കിയിട്ട്. വർഷങ്ങൾക്ക് ശേഷം ഈ പടം കളക്ട് ചെയ്യാൻ പോകുന്ന പടമാണ്. യാതൊരു സംശയമില്ല. ജയഗണേഷിനെ കണ്ടിട്ടില്ല. ഞാൻ ഇന്ന് കണ്ട എൻ്റെ അഭിപ്രായം, എൻ്റെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാം. അത് നല്ല മോശമില്ലാത്ത അഭിപ്രായമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ 2 പടങ്ങൾ കളിക്കുന്നതുകൊണ്ട് 2 ഹിറ്റ് എന്നുള്ള രീതിയിലേക്ക് ആയതുകൊണ്ട് അതിനെക്കുറിച്ച് അങ്ങനെ പബ്ലിസിറ്റി എന്നാലും പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ റിവ്യൂ മറ്റേ ചാനലിലെ കമൻസും കാര്യങ്ങളും നോക്കിയിട്ട് പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഉണ്ണിമൂന്നൻ്റെ പടങ്ങളൊക്കെ ആകുമ്പോൾ ഹേറ്റേഴ്സ് ഒരുപാട് കാണും. അപ്പോൾ അതൊന്നും നോക്കുന്നില്ല. നമ്മൾ കണ്ടിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ധൈര്യമായിട്ട് ആവേശത്തിന് ടിക്കറ്റ് എടുക്കുക, ഭക്ഷണങ്ങൾക്ക് ശേഷത്തിന് ടിക്കറ്റ് എടുക്കുക. അത് 100% ഗ്യാരണ്ടി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ആവേശത്തോടു കൂടി തന്നെ വരാം.
ബൈ മുകേഷ്.